ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് പഠിക്കാം. നമുക്കറിയാം, നമ്മൾ ഏതൊരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാലും അതിന് പോകാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റിലേക്ക് അത് പോയതിനു ശേഷം താഴേക്ക് തന്നെ വീഴും. കാരണം എന്ന് പറയുന്നത് ഭൂമി എല്ലാ വസ്തുക്കളെയും പിടിച്ച് ആകർഷിക്കുകയാണ് അല്ലെ, അതുകൊണ്ടാണ് അതിങ്ങനെ താഴേക്ക് വീഴുന്നത്. ഈ സമയത്ത് അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അത് എല്ലാ വസ്തുക്കൾക്കും 9.8 അല്ലെങ്കിൽ 9.8 ആണ് അനുഭവപ്പെടുന്നത്. 9.8 അക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. ജി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കല്ലുമുണ്ട്, ഒരു പേപ്പറുണ്ട്. ഒരേ സമയം ഒരേ ഹൈറ്റിൽ നിന്ന് രണ്ടിനെയും താഴേക്കിടുകയാണ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, താഴെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്താണ്? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവ രണ്ടും ഒരുമിച്ച് താഴെ എത്തുന്നു, ആദ്യം കടലാസ് എത്തുന്നു, പിന്നീട് കല്ലെത്തുന്നു. അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് നമ്മൾ പറയും ആദ്യം കല്ലെത്തും പിന്നെയാണ് ആ പേപ്പർ എത്താന്നുള്ളത് അല്ലേ. പക്ഷേ അക്കോർഡിംഗ് ടു നമ്മളുടെ ഗ്രാവിറ്റേഷൻ തിയറി നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വസ്തുക്കളും ഒരേ സമയം ഒരുപോലെയാണ് താഴേക്ക് വീഴുക. അതിന് കാരണം എന്ന് പറയുന്നത് അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ് അല്ലെ. അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 ആണ്. അത് കല്ലിനും കടലാസിനും സെയിം ആണ്. ഇക്കാര്യം അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ഓഫ് ജി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ യൂണിറ്റ് ചോദിക്കും, ദാറ്റ് ഈസ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, from the following find the correct statement regarding acceleration due to gravity. Acceleration due to gravity യുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. മാസ് കൂടിയ വസ്തുക്കൾ കൂടുതലും മാസ് കുറഞ്ഞ വസ്തുക്കളിൽ കുറവായിരിക്കും. ആണോ? അങ്ങനെയൊന്നും അല്ല അല്ലെ. മാസ് കൂടിയതിലും കുറഞ്ഞതിലും ഒരുപോലെ ആയിരിക്കും. മാസ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് കടലാസും കല്ലും ഒരുപോലെ താഴേക്ക് വീണത്. എല്ലാവർക്കും 9.8 തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. 20 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 2 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഒരേ സമയം നമ്മൾ താഴേക്ക് വീഴാണ്. ഏതാണ് ആദ്യം താഴേക്ക് വീഴുക എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ഇതിന് ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.